പട്ടണത്തിന് നടുവിലെ കാടും കാടിനുള്ളിലെ വലിയ ബംഗ്ലാവും നമുക്ക് കാണാമല്ലേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂരുള്ള ചന്തക്കുന്ന്, നമ്മുടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള എന്താ പറയുക, സ്റ്റാൻഡിന് അകത്തേക്ക് കുറച്ച് ദൂരം, അതായത് സ്റ്റാൻഡിനകത്ത് നിന്ന് ലെഫ്റ്റിലേക്കുള്ള റൂട്ടിലേക്ക് വന്നാൽ നമുക്ക് ബംഗ്ലാവിൻ കുന്നിലെത്താമോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് പ്രേത ബംഗ്ലാവാണ്, പ്രണയിക്കുന്നവർക്ക് മാത്രമുള്ള ബംഗ്ലാവാണ്. അതൊന്നല്ല കേട്ടോ, എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ നല്ലൊരു ലൊക്കാലിറ്റി എന്ന് പറയാം. ഇതപ്പോൾ ഞാൻ നടന്നു പോകുന്നത് സ്കൈ വാക്കിലൂടെ നടന്നു പോവുകയാണ്. മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ നടത്തം അടിപൊളി സ്ഥലം കേട്ടോ. അതായത് മരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പ്രകൃതിയെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കാൻ പറ്റിയൊരിടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വരുന്ന നമ്മുടെ ഈ വേനൽക്കാലങ്ങളിലൊക്കെ ഇതുപോലൊരു തണൽ, നമ്മൾ അതാണല്ലോ ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ തണലത്ത് കുറച്ച് സമയം ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇതിൽ നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റിയില്ല. അന്ന് വന്നിട്ടുള്ള ആർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവരിത് ഒന്നും കൂടെ എന്തൊക്കെ ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബംഗ്ലാവിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പ്രവേശനമില്ല. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് കുറച്ച് സമയം ഒന്ന് കറങ്ങി നടക്കാൻ സ്പെൻഡ് ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചരിത്ര ബംഗ്ലാവ് ഇതൊരു മ്യൂസിയം ആക്കി മാറ്റുന്നതിൻ്റെ ഒരു പ്രാരംഭ നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് വീണ്ടും ഈ ഒരു ബംഗ്ലാവ് വീണ്ടും പുതുക്കി പണിയണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. നടുവിലൊരു കാടും കാടിന് നടുവിലായിട്ടൊരു ബംഗ്ലാവ് കണ്ടിട്ടത്. അപ്പോൾ നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പലർക്കും ഇത് അറിയുണ്ടാവില്ല. അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ നഗരത്തിൻ്റെ, അതായത് ചന്തക്കുന്നിൽ നിന്നും അല്പം ഉള്ളിലേക്ക് പോയാൽ ബംഗ്ലാവ് കുന്നിലേക്കുള്ള വഴിയാണ്. കാട്ടിലൂടെയാണ് ഇത് പോണത്. അപ്പോൾ വലിയ മരങ്ങളും ഒരുപാട് എന്താ പറയുക, ഒരുപാട് മരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ മരങ്ങളുടെയൊക്കെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ ആ സ്കൈ വാക്കിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുമ്പോഴത്തേന് മരങ്ങൾക്ക് ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ തോന്നുന്നു ഈ ഒരു കെട്ടിടം എന്ന് പറയണത്. ബ്രിട്ടീഷ് ശൈലിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഉയർന്ന മേൽക്കൂര, വലിയ മുറികൾ, ജനാല, അതൊക്കെ. പക്ഷേ അതിനകത്തേക്ക് ശരിക്കും നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്കൈ വാക്കിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ വീണ്ടും എന്താ പറയുക, വനം വകുപ്പിൻ്റെയൊക്കെ പരിഗണനയിലുണ്ട്. വിനോദസഞ്ചാര വികസനത്തിനൊക്കെ ചില പദ്ധതികളൊക്കെ ആയിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ അവർ റെഡിയാക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ കാട്ടിലൂടെയുള്ളൊരു ആകാശപ്പാത, അതാണ് ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് പറയുന്നത് കേട്ടോ. അത് മരങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുക. ഇത് അതായത് ബംഗ്ലാവിൻ്റെ മുൻപിൽ നിന്നും റോഡിലേക്ക് എത്തുന്ന വിധമാണ് ഈ ഒരു എന്താ പറയുക പാലം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ആകാശപ്പാലം. ഇവിടെ ശരിക്കും രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് ഇവിടത്തേക്കുള്ളൊരു പ്രവേശനം എന്ന് പറയണത്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ ആളുകൾക്ക് വരാൻ പറ്റിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അതിനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അതായത് ചരിത്രശേഷിപ്പുകളും ഇന്നത്തെ തലമുറയ്ക്ക് പ്രിയപ്പെട്ട ഇടം ആണെന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ഒരുപാടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അധികം വരുന്നത് കുട്ടികൾ തന്നെയാണ് കേട്ടോ. ഒരു ടീനേജ് പ്രായക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരല്ല, അല്ലാതെ ചെറിയ മക്കളെയൊക്കെ കൊണ്ട് ഇവിടെ വന്ന് ഇവിടേക്ക് ഒന്ന് കാണിക്കണം. ശരിക്കും പ്രകൃതി ഭംഗിയുടെ ഒരു എന്താ പറയുക, എല്ലാം ഒത്തുചേർന്നിട്ടുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയാം. ഇതിപ്പോൾ ശരിക്കും വനം വകുപ്പിൻ്റെ കയ്യിലാണല്ലോ, ഒരു ടൂറിസ്റ്റ് തന്നെയാണെങ്കിലും വീണ്ടും ഇതൊരു ശരിക്കും എന്താ പറയുക ചരിത്ര ബംഗ്ലാവ്, അത് മ്യൂസിയം ആക്കാനുള്ളതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടങ്ങളൊക്കെ തോന്നുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അതായത് ആ കെട്ടിടത്തിനകത്ത് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കയറാനൊന്നും പറ്റണില്ല. ഇതിലേക്ക് നമുക്ക് പുറത്തു കൂടെ ഇങ്ങനെ നടക്കാനേ പറ്റണുള്ളൂ കേട്ടോ. തേക്കിൻ്റെ ഒരു നാട് തന്നെയാണല്ലോ നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തേക്കും അതുപോലെ തന്നെ ഈട്ടി ഇതൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത് ആ ഒരു ബംഗ്ലാവും പിന്നെ പണികൾ കഴിച്ചിട്ടുള്ളത് തോന്നുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഈട്ടിയും തേക്കൊക്കെ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു ബംഗ്ലാവാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ചരിത്ര മ്യൂസിയം ആക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
നമ്മൾ ശരിക്കും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ശരിക്കും അവിടെ വണ്ടി അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നേക്കാളും നല്ലത് താഴെയാണ് വണ്ടി നിർത്തിയത്. ടിക്കറ്റ് എടുക്കണം അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്ന് പോവുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നടന്ന് പോകുന്ന ആ വഴി ഈ ബംഗ്ലാവിലേക്കാണ്. അപ്പോൾ 2 സൈഡും നല്ല മരങ്ങളാണ് വരുന്നത്. നല്ല റോഡാണ്, വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും, നല്ല റോഡ് തന്നെയാണ്. പക്ഷെ നടന്ന് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. കാരണം ആ വഴി അങ്ങനെ നടന്നു പോകുമ്പോൾ 2 ഭാഗത്തായിട്ടും വരുന്നതും മരങ്ങൾ തന്നെയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ടേ ആകെ കുഴങ്ങിട്ടോ. താഴേക്ക് ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു, തിരിച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ആകെ പണിപാളി. കാലിങ്ങനെ എന്താ പറയുക, കടയണ പോലെ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റെയർ കേസൊക്കെ കയറുക, ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ നല്ല പ്രശ്നമാണ്. കാലിനൊക്കെ ഭയങ്കര എന്താ പറയുക, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് കാലിന്. സത്യത്തിൽ ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരു സങ്കടമായത് എന്താണെന്നറിയോ, ഈ ഒരു ബംഗ്ലാവിൻ്റെ അകത്ത് കയറാനും അതിനകത്തുള്ള വീഡിയോസ് എടുക്കാൻ പറ്റാത്തതും വലിയൊരു പ്രശ്നമായിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റാതെ വന്നപ്പോൾ ഒരു ഭയങ്കര സങ്കടം. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശനമല്ല എന്ന് പറയണത് കേട്ടോ. ഏതായാലും പുറത്തുകൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറേ ഭാഗങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ എന്താ പറയുക, ഒന്ന് എല്ലാം കൂടെ ഓക്കെ, എല്ലാം ഒന്ന് കവർ ചെയ്തു എന്നും പറയാം. അകത്തേക്ക് ഒരു രക്ഷയില്ല. അവിടെ പിന്നെ വണ്ടികൾ നിർത്തിയിട്ടാണ് കണ്ടോ, ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളെ വീഡിയോസ് എന്നൊക്കെ പരമാവധി അവരെ ഞാനവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആര് വരണു എന്ത് ചെയ്യണു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരണം തോന്നുമ്പോൾ നമ്മൾ വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കണം കേട്ടോ. നമ്മൾ നിലമ്പൂരുകാരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിലമ്പൂരിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആട്ടിൻപാറ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ തേക്ക് മ്യൂസിയം, അതല്ലെങ്കിൽ കനോലി പ്ലോട്ട്. ഇവിടെയൊന്നും ഞങ്ങളിവിടെ അടുത്തുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെയാണ് വന്നതും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ചാലിയാറിൻ്റെ കുഞ്ഞ് വ്യൂ കാണാമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു വെള്ളം അവിടെ നമുക്ക് നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ഒന്നുകൂടെ പുറകെ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കാണാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കാലൊക്കെ തന്നെ വീണാലെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയില്ല. ഇത് അവരുടെ ഒരു ഡോർമിറ്ററിയാണ് കേട്ടോ. ഒക്കെ അതിനകത്ത് ആളുണ്ടോയെന്ന് നമുക്കറിയില്ല. ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയണത് ഈ മരങ്ങൾ, പിന്നെ ആ ഒരു ബംഗ്ലാവ്. ഇത് കുറേ ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ അവിടേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രേത ബംഗ്ലാവ് തന്നെ പറയാം, ഭാർഗവി നിലയം എന്ന് പറയാം. പക്ഷെ നല്ല ഭംഗി ഇട്ടത് കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര എന്താ പറയുക. അപ്പോൾ ആരെങ്കിലും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം. കുറച്ച് സമയം ഇവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യുക. കുട്ടികളെയൊക്കെ കൊണ്ട് തന്നെ പോകട്ടെ എല്ലാവരും. ഞാനിപ്പോൾ മക്കളെയൊന്നും കൊണ്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട് കേട്ടോ. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടിയിൽ എവിടെ പോകാനൊരു ധൈര്യമായല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വന്നിട്ടുള്ള ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് യാത്രയായിരുന്നു നമ്മുടെ പിന്നെ ബംഗ്ലാവ് കുന്നിലേക്ക് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ആ കുഞ്ഞി വണ്ടിയിൽ തന്നെ നമ്മളെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലൊക്കെ ഇങ്ങനെ ഒരു സോളോ ആയിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെൻ്റെ വീഡിയോയിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വാച്ച്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് അധികം നാളായില്ല. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ആ ഗേറ്റും കാര്യങ്ങളൊക്കെ ആന ഇറങ്ങിയിട്ട് പൊളിച്ചിട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.